പാടത്ത് ചൂണ്ടയുമായി ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ഭാഗ്യം ഞങ്ങളെ തേടിയെത്തി. ചൂണ്ടയിട്ട് അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. ആദ്യത്തെ മീനിനെ തന്നെ ഞങ്ങൾ പൊക്കി. അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് കൈ മുഖം കാണിക്കാതെ അങ്ങ് പൊക്കിയാൽ പോലെ. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഈ പാടവരമ്പുകളിലൂടെ നടക്കാനും ഇങ്ങനെ ചൂണ്ടയിടാനും ഒരു പ്രത്യേക സുഖമാണ്. പച്ചപ്പും ഇളംകാറ്റും കൂടിയാകുമ്പോൾ ശരിക്കും പ്രകൃതി ഒരുക്കിയ ഒരു ക്യാൻവാസ് പോലെ തോന്നും ചുറ്റുമുള്ള കാഴ്ചകൾ. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒന്നോ രണ്ടോ ചെറിയ മീനുകളെ കിട്ടിയ ആവേശത്തിൽ ഞങ്ങൾ വീണ്ടും കാത്തിരിപ്പ് തുടങ്ങി. ചൂണ്ടയിടലെന്ന് പറയുന്നത് ശരിക്കും ഒരു ക്ഷമയുടെ പരീക്ഷണമാണല്ലോ. വെള്ളത്തിലേക്ക് ചൂണ്ടയെറിഞ്ഞ് ആ ഫ്ലോട്ടർ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കി കണ്ണും നട്ടിരിക്കുന്ന നിമിഷങ്ങൾ. ഞങ്ങളുടെ സംഘത്തിലെ ഓരോരുത്തരും അവരവരുടെ ഭാഗ്യം പരീക്ഷിക്കാനായി ചൂണ്ടയുമായി നിൽപ്പുണ്ട്. നല്ലൊരു കാറ്റും ഈ മഴക്കാഴ്ചകളും ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ യാതൊരു മടുപ്പും തോന്നാറില്ല. ഈ കാത്തിരിപ്പിനിടയിലാണ് പാടത്തിന് നടുവിലായി ആ വലിയൊരു അതിഥിയെ ഞങ്ങൾ കണ്ടത്. ആ വൈദ്യുതി പോസ്റ്റിന് മുകളിൽ ചിറക് വിരിച്ചിരിക്കുന്നത് കണ്ടോ? ചേരക്കോഴി അഥവാ സ്നേക്ക് ബേർഡ്സ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നീന്തുമ്പോൾ ഉടൽ മുഴുവൻ മുങ്ങിക്കിടക്കുകയും നീളമുള്ള കഴുത്ത് മാത്രം പുറത്ത് കാണുകയും ചെയ്യും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പാമ്പ് വെള്ളത്തിലൂടെ ഇഴഞ്ഞു പോകുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിനെ സ്നേക്ക് ബേർഡ്സ് എന്ന് വിളിക്കുന്നത്. വെള്ളത്തിനടിയിലൂടെ അതിവേഗം നീന്തി മീൻ പിടിക്കാൻ ഇവയ്ക്ക് വല്ലാത്തൊരു കഴിവുണ്ട്. പക്ഷേ മറ്റ് നീർപക്ഷികളെ പോലെ ഇവരുടെ തൂവലുകളിൽ എണ്ണമയമില്ല. അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി ഇര പിടിച്ച ശേഷം ആ നനഞ്ഞ തൂവലുകൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രാജകീയമായി ചിറക് വിരിച്ച് വെയിലക്കായുന്നത്. പാടത്തിന് നടുവിലെ ഈ കാഴ്ച ശരിക്കും ഒരു കൗതുകം തന്നെയായിരുന്നു. ആ തല ഉയർത്തി നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടോ? എന്തൊരു ഭംഗിയും എന്തൊരാഠ്യത്യം അല്ലേ! ആ പക്ഷിയെ കണ്ടുള്ള നിൽപ്പിന് ശേഷം വീണ്ടും ഞങ്ങളുടെ ശ്രദ്ധ ചൂണ്ടയിലേക്ക് തന്നെ തിരിഞ്ഞു. അങ്ങനെ കുറേ നേരത്തെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പിനൊടുവിൽ ഒരു വലിയ മീൻ കുടുങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു തിലോപ്പിയാണ്. അത് കിട്ടിയതോടെ എല്ലാവർക്കും നല്ല ആവേശമായി. പിന്നീട് അങ്ങോട്ട് ഞങ്ങളെ ശരിക്കും ആവേശത്തിലാക്കിയ നിമിഷങ്ങളായിരുന്നു. വീണ്ടും വീണ്ടും ചെറിയ മീനുകളും വലിയ മീനുകളും കിട്ടിക്കൊണ്ടേയിരുന്നു. വീണ്ടും ചൂണ്ട എറിഞ്ഞ് ചൂണ്ടയിലെ അനക്കം കണ്ട് ചൂണ്ട വലിച്ചതും ഇത്തവണ കുടുങ്ങിയത് ചില്ലറക്കാരനല്ല, നല്ല ഒന്നാന്തരം ഒരു വരാൽ മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ പാടത്തെ വെള്ളത്തിൽ നിന്ന് ഇത്രയും പെട്ടെന്നൊരു വരാലിനെ പൊക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വരാലിന് പുറമെ ഒന്ന് രണ്ട് ചെറിയ മീനുകൾ കൂടി ഞങ്ങളുടെ ചൂണ്ടയിൽ കുരുങ്ങി. ചെറിയ മീനുകളിൽ തുടങ്ങി വലിയൊരു തിലോപ്പിയയും ഒടുവിൽ വരാലും കിട്ടിയതോടെ ഇന്നത്തെ ചൂണ്ടയിടയിൽ ശരിക്കും ഒരു സംഭവമായി മാറി. ഈ പാടവരമ്പത്ത് വന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ മീൻ പിടിക്കുന്നതിൻ്റെ ഒരു വൈബ് അത് അനുഭവിച്ചറിയുക തന്നെ വേണം. മികച്ചൊരു അനുഭവമായിരുന്നു ഇന്നത്തെ ഈ യാത്ര. അപ്പോൾ കൂടുതൽ രസകരമായ വിശേഷങ്ങളെ